നമുക്ക് വിവരിക്കാനാകാത്ത ദുരന്തമാണ് അസയിൽ അരങ്ങേറുന്നത്. ഗസയുടെ ബോംബ് വർഷിക്കുന്ന നിമിഷങ്ങളിൽ ഗസയിൽ ജോലി ചെയ്യാൻ സ്വന്തമായി തീരുമാനമെടുത്ത് അവിടേക്ക് എത്തിച്ചേർന്ന ഡോക്ടർ എസ് സന്തോഷ് കുമാർ നമുക്കൊപ്പം ചേരുകയാണ്. ഇപ്പോൾ അദ്ദേഹം ഗസയിലല്ല, അദ്ദേഹം ഏതൻസിലാണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹം എന്തിനാണ് ഏതൻസിൽ എത്തിയത് എന്ന് കൂടി നമുക്ക് ചോദിക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ സന്തോഷ് കുമാർ. ഒരു ഗസയിൽ ജീവിച്ച ഒരാളോട് സുപ്രഭാതം പോലും പറയാൻ പറ്റാത്ത സാഹചര്യമാണ്. എന്താണ് ഏതൻസിൽ അങ്ങയുടെ പരിപാടി? ആദ്യം അവിടെ നിന്ന് തുടങ്ങാം നമുക്ക്. ഞാനിപ്പോ ഗസയില് അവിടെ പോയിട്ട് ഈ ജൂലൈ മുതൽ ഏകദേശം രണ്ടര മാസമായി. നമ്മളൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഏർപ്പാടാണ് ഈ പറയുന്ന ഒരു 10 ആഴ്ചയ്ക്ക് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് പുറത്ത് പോകണമെന്നുള്ളത്. UN-ന്റെ ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. കാരണം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നമ്മൾ തന്നെ ഒരു മാനസികമായിട്ട് തകരുന്ന ഏർപ്പാടൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 10 ആഴ്ചയിൽ കൂടുതൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ പാടില്ല നിഷ്കർഷ ഉള്ളത് കാരണം ഒരു ബ്രേക്ക് എടുക്കുകയാണ്. അപ്പൊ അതിനോടൊപ്പം തന്നെ ഒരു ഏജൻസിൽ ഇവിടെ ഒരു ഈ വാർ സർജറിയുടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ഇപ്പോ അതിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഈ വാർ സർജൻസ്, ഈ പറഞ്ഞ യുദ്ധങ്ങളിൽ പോയിട്ട് സർജറി ചെയ്യുന്ന ഡോക്ടർമാരുടെ സർജന്മാരുടെ ഒരു കോൺഫറൻസ്, ഒരു വർക്ക്ഷോപ്പ്, സർജിക്കൽ വർക്ക്ഷോപ്പ് ഉണ്ട്. അതിനാണ് ഞാനിവിടെ ഏതൻസിൽ എത്തിയിട്ടുള്ളത്. ഡോക്ടർ ഇനി ഗസയിലേക്ക് മടങ്ങുന്നത് എന്നാണ്? ഞാൻ ഈ മാസം അവസാനമാകുമ്പോഴേക്കും വീണ്ടും ഗസയിലേക്ക് മടങ്ങും. ഈ മാസം അവസാനം ആകുമ്പോഴേക്കും നമ്മുടെ ഒരു സ്റ്റിപ്പുലേറ്റഡ് ആയിട്ട് 2 ആഴ്ചത്തെ ഒരു അവധി കഴിയും. അപ്പോ ആ അവധി കഴിഞ്ഞ് 2 ആഴ്ച അവധി കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും പോകണമെന്നുള്ളതാണ് നമ്മുടെ ഒരു ഇപ്പോഴത്തെ ഒരു ഈ EMT ടീമിന്റെ, എമർജൻസി മെഡിക്കൽ ടീമിന്റെ അവിടെ പിന്നെ വേറെ ആരും ഇല്ലാത്തത് കൊണ്ടാണ്. വേറൊന്നുമല്ല, 100-ൽ പരം ഡോക്ടർമാര് മാത്രമേ വാസ്തവത്തിൽ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നുള്ളൂ. പല ഡോക്ടർമാരെയും കടത്തി വിടുന്നില്ല. കാരണം അവർ പലപ്പോഴും ഒക്കെ സോഷ്യൽ മീഡിയയിലോ മറ്റോ എന്തെങ്കിലുമൊക്കെ അവരുടെ ഫേസ്ബുക്കിലോ ഒക്കെ കുറിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഇസ്രയേൽ കണ്ടുപിടിക്കുകയും അങ്ങനെയുള്ള ആൾക്കാരെ അവര് പിന്നെ അടുത്ത പ്രാവശ്യം പോകുന്നതിന് വിലക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന ഈ 100-ൽ പരം ആൾക്കാർ മാത്രമാണ് വാസ്തവത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ഡോക്ടർ 24-മായിട്ട് പല സമയത്തും സംസാരിച്ചിട്ടുണ്ടല്ലോ, സൂം വഴിയൊക്കെ. അപ്പോൾ ഇസ്രയേലിന്റെ ശ്രദ്ധയിലെങ്ങാനും പെട്ടിട്ടുണ്ടോ ഡോക്ടർ? ഇസ്രയേലിന് ഈ 24-ൽ നോക്കാൻ സമയമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മലയാളം ചാനലായതുകൊണ്ടും ഈ മലയാളത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി തർജ്ജമ ചെയ്തൊക്കെ കൊണ്ടുപോകേണ്ടതുള്ളതുകൊണ്ടും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മലയാളം ചാനലിലും മലയാളത്തിലും ഒക്കെ എഴുതി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ പോകുന്നുണ്ട്. ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നുണ്ട് ഡോക്ടർ. പുതിയ സാങ്കേതിക സാധ്യതകൾ അങ്ങനെയാണല്ലോ. ഞാനിപ്പോ ഡോക്ടറോട് ചോദിക്കുന്നത്, ഇപ്പോ ഡോക്ടർ ഈ അശാന്തി പടരുന്ന ഈ ഗസയുടെ മണ്ണിൽ നിന്ന് അങ്ങ് ഏതൻസിൽ ജീവിക്കുന്നു കുറച്ച് ദിവസമായി, UN-ന്റെ നിഷ്കർഷ അനുസരിച്ച്. അപ്പം അവിടെ പോകുമ്പോഴും അങ്ങയുടെ മനസ്സിനെ വിടാതെ പിടികൂടുന്ന ഗസയുടെ ചിത്രം എന്താണ്? ഏറ്റവും വലിയ എനിക്ക് എന്റെ മനസ്സിൽ വരുന്ന ചിത്രം വെച്ച് കഴിഞ്ഞാല്, ഒരു ദിവസം നാസർ ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ ഏകദേശം ഒരു 20ഓളം കുഞ്ഞുങ്ങളെ ഈ പറയുന്ന പലരും മരിച്ചു കഴിഞ്ഞതാണ്. ഇവര് ഈ പറയുന്ന ഒരു ട്രക്കില് ഈ പറയുന്ന GHF ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ 6 മുതൽ ഏകദേശം 15 വയസ്സ് വരെ വരുന്ന കുട്ടികളാണ്. ഇവരെല്ലാരും എങ്ങനെയാണ് ആ ട്രക്കിൽ എത്തപ്പെട്ടതെന്ന് പോലും അറിയില്ല. ഇവര് ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന ഫുഡ് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ കുട്ടികളായ ഇവര് ഒരു 10-20 പേര് അവിടെ എത്തുകയും ആ 10-20 പേര് രാത്രി 2 മണിക്കാണ് അവർ എത്തുന്നത്. ആ 2 മണിക്ക് എത്തുന്ന ആ കുട്ടികള് അവരുടെ കൂടെ വന്ന ആൾക്കാരുടെ ഒരു ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് അവര് ഈ വെടിവെക്കുന്ന ഒച്ചക്കിടയില് അവർക്ക് വാസ്തവത്തില് ഒന്നും മനസ്സിലാവുന്നില്ല, ഒന്നും തിരിയുന്നില്ല. അവര് ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും ഈ വെളിച്ചം കാണുമ്പോൾ പകച്ചു നിൽക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നേരെ ഇവര് തുരുതുരാ വെടിവെപ്പും, അതിൽ മിക്കവാറും എല്ലാ കുട്ടികൾക്കും ഈ പറയുന്ന തല മുതൽ താഴെ വരെ ഈ പറയുന്ന ഒരു അരിപ്പ ഒരു പോലെ, ശരീരം മുഴുവൻ അരിപ്പ പോലെ ആയിട്ടുള്ള
ഈ കുട്ടികളെ എങ്ങനെയാണ് ഇവർക്ക് വെടിവെക്കാൻ കഴിയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്കിൽ പോലും നമുക്ക് മുതിർന്ന ആൾക്കാരാണെങ്കിൽ ഒന്നോ രണ്ടോ വെടിയുണ്ട ഏറ്റു കഴിഞ്ഞാൽ അവർ ഓടുകയോ മറ്റോ ചെയ്യും. പക്ഷെ ഈ കുട്ടികളാണെങ്കിൽ അവർ പറഞ്ഞത് വെച്ച് ഇവരെല്ലാവരും ഈ വെളിച്ചം നോക്കി പകച്ചു നിൽക്കുന്ന കുട്ടികൾക്ക് നേരെയാണ് ആ വെടിയുണ്ട ചീറിപ്പാഞ്ഞു വരുന്നതും. ഏകദേശം 20ഓളം കുട്ടികൾ ഒരുമിച്ച് അവിടെ ഞങ്ങളുടെ ആശുപത്രിയിൽ എത്തുകയും അതിൽ മിക്കവാറും എല്ലാവരും ഏകദേശം 15ഓളം പേരും മരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ആ ഒരു രംഗമാണ് വാസ്തവത്തില് നമ്മള് ആ ആശുപത്രിയിൽ നിൽക്കുമ്പോൾ ഇത്രയധികം കുഞ്ഞുങ്ങൾ വന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് വേറെ ഇല്ലായിരുന്നു. ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ മരിച്ചു വരുന്ന അല്ലെങ്കിൽ പരിക്കേറ്റ് വരുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. പക്ഷെ 20ഓളം കുഞ്ഞുങ്ങൾ ഒരുമിച്ച് വന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് നമ്മള് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. മാത്രമല്ല ഏറ്റവും ഒരു പ്രധാനമായിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അവരുടെ ശരീരത്തില് മുഴുവൻ വെടിയുണ്ടകളാണ്. ഈ പറയുന്ന ഒരു ഇഞ്ചില്ലാതെ നെഞ്ചിലും വയറ്റിലും തലയിലും ഒക്കെ ഒരു സ്ഥലം ബാക്കിയില്ലാതെ ഒരു അരിപ്പ പോലെ ആക്കിയിട്ടുള്ള അത് ഈ ഇങ്ങനെ കുട്ടികളെ വെടിവെക്കാനായിട്ട് അവർക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളത് തീർത്തും നമുക്കൊരു ഭയാനകമായിട്ടുള്ള ഒരു യുദ്ധത്തിന്റെ ഒരു ബാക്കി പത്രമായിട്ട് അവശേഷിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇതുപോലെ തന്നെ രണ്ടാമത്തെ പ്രശ്നമായിരുന്നു ഈ ആശുപത്രിയിലെ ബോംബിങ്. ഒരിക്കലും മറക്കാത്ത, ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോൾ മറക്കാത്ത പറ്റാത്ത വേറൊരു പ്രശ്നം, നാസർ ആശുപത്രിയിൽ 2 പ്രാവശ്യം ബോംബ് ചെയ്തതാണ്.